കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello everyone, welcome to IGNO Focus 6.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ പേപ്പർ ആയിട്ടുള്ള MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജി ആണ്. സോ നമ്മൾ ഈ ഒരു PYQA അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണേഴ്സിന് ടേം ആൻഡ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷന് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ഇത് ഗോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു PYQA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബിഫോർ വി ബിഗിൻ നമ്മൾ ഈ ഒരു PYQA എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ 12 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ്, അതായത് ജൂൺ 2020 ടു ഡിസംബർ 2025 അനലൈസ് ചെയ്തിട്ട് ആൻഡ് ഓൾസോ നമ്മുടെ കറന്റ് അസൈൻമെന്റ് ആയിട്ടുള്ള ജൂലൈ 2025 ജാനുവരി 2026 നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഫ്രീക്വൻസി കൗണ്ട്, അതായത് എത്ര തവണ ഓരോ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓരോ എക്സാമിനേഷനിൽ, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താ പറയാ നിങ്ങൾക്ക് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സിലബസ് മാപ്പ്, അതുപോലെ പ്രോബബിലിറ്റി ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ, അതുപോലെ 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും അതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടും ടൂൾ കിറ്റും നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേപ്പർ റിവിഷൻ നടത്തുകയാണെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങളെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ഫോക്കസ്ഡ്. ഈ ഒരു സെഷനിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. സോ നമ്മൾ ഈ ഒരു ഡെക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഇതിലൊരു പാത്തുകൾ പറയുന്നുണ്ട്. സോ പാത്ത് 1 എന്ന് പറയുന്നത് 48 hours sprint ആണ്. അതായത് നിങ്ങൾക്ക് തീരെ ടൈം ഇല്ല, ലൈക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് നിങ്ങൾ ഇത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കുറച്ച്, അതായത് ഫോക്കസ് ചെയ്യേണ്ട, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മാർക്സ് കിട്ടാൻ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. സോ അതിൽ റീഡ് സെക്ഷൻ 4 നമ്മുടെ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആയിട്ടുള്ള നമ്മൾ 3 സ്റ്റാർ എന്ന് കൊടുത്തിട്ടുള്ള യൂണിറ്റ്സ് മാത്രം നിങ്ങൾ കവർ ചെയ്യുക. ബിക്കോസ് ഇവിടെ ടൈം കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്താ പറയാ ഈ ഒരു 3 സ്റ്റാർ എന്നുള്ള യൂണിറ്റ്സിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് യൂണിറ്റ് 1 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്, യൂണിറ്റ് 3 ഇൻഫൻസി, യൂണിറ്റ് 6 കോഗ്നിറ്റീവ് സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഇൻ സ്കൂൾ ഇയേഴ്സ്, യൂണിറ്റ് 8 ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, Unit 11 Identity and Self-Concept in Adolescence, and Unit 15 Psychosocial Changes in Adulthood and Aging. ഇതാണ് നമ്മുടെ 3 സ്റ്റാർ ആയിട്ടുള്ള ഹൈ ഈൽഡ് സിലബസിൽ വരുന്ന യൂണിറ്റ്സ്. സോ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. പിന്നെ വരുന്നത് പാർട്ട് 2 ആണ്, അതായത് 2 വീക്ക് സ്ട്രാറ്റജീസ്. നിങ്ങൾക്ക് അത്യാവശ്യം ടൈം ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈ ഈൽഡ് ആൻഡ് മീഡിയം ഈൽഡ് ടോപ്പിക്സ് കവർ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ വീക്ക് 1 നിങ്ങൾ കവർ ചെയ്യേണ്ടത് 3 സ്റ്റാർ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ യൂണിറ്റ്സ് ആണ്. പിന്നെ നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ PYQA PDF നമ്മുടെ ലേൺവൈസ് ആപ്പിലുള്ള ആപ്പിന്റെ അകത്ത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് ദ കോംപ്രഹെൻസീവ് പ്ലാൻ, അതായത് നിങ്ങളൊരു 80% ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും മിസ്സാക്കാതെ പഠിക്കണം എന്നുള്ള
ഒരു ഗോളാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ SLM നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നല്ല സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ വായിക്കണം. കാരണം നമ്മൾ ആൻസേഴ്സ് എഴുതുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഓൾസോ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് മാത്രമാണ് വരുന്നത്. സോ ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് നിങ്ങളുടെ SLM നിങ്ങൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കാം. ആൻഡ് ഓരോ യൂണിറ്റിന് ശേഷം നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് അണ്ടറിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 അങ്ങനെ ഓരോ യൂണിറ്റ്സിന്റെ അണ്ടറിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിത് 50 മാർക്കിന്റെ പേപ്പർ ആണ്. 2 അവർ ആണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത്. സോ എങ്ങനെയാണ് ഓരോ സെക്ഷനും നമുക്ക് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വേർഡ് ലിമിറ്റ് ഒക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ E ക്യാരി ചെയ്യുന്നത് 4 ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 45 വേർഡ്സിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇനി 2 ആണ് അതിൽ എഴുതേണ്ടത്. അപ്പൊ 20 മാർക്കിന്റെ ഒരു സെഷൻ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫുൾ പേപ്പറിന്റെ 40% കവർ ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. കുറച്ച് അത്യാവശ്യം എഴുതേണ്ട സെക്ഷൻ ആണ്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഒരു മീഡിയം ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസിൽ ഇനി 4 ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 24 മാർക്സിന്റെ ആണ് ടോട്ടൽ വരുന്നത്. സോ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. 250 വേർഡ്സ് ഈച്ച് വരുന്ന 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. പിന്നെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ 3 ക്വസ്റ്റ്യൻസ് 3 ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 100 വേർഡ്സ് ഈച്ച് എന്നുള്ള രീതിയിലാണ് 3 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യന് വരുന്നത്. ഇതിൽ നിങ്ങൾ ഔട്ട് ഓഫ് 3 ഇനി 2 ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു 12% ഓഫ് ദി പേപ്പർ ക്യാരി ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. 6 മാർക്സിന്റെ ടോട്ടൽ 6 മാർക്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. ഇനി നമുക്കൊരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് നോക്കാം. അതായത് ഞാൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള പോലെ സെക്ഷൻ എയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീൻസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് 40% ആണ് വരുന്നത്. പക്ഷെ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ടോട്ടലിന്റെ 48% കവർ ചെയ്യുന്നുണ്ട്. മീഡിയം ആൻസർ ടൈപ്പ് ആണ്. ഇവിടെയാണ് കുറച്ചും കൂടെ അധികം നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 6 മാർക്കിന്റെ ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിലാണ്. പിന്നെ അവസാനം സെക്ഷൻ സി 12% മാത്രമാണ് കവർ ചെയ്യുന്നത്. ഷോർട്ട് നോട്ട് ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ 3 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ടൈപ്പ് ഇനി 2 എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നോക്കാം. നമുക്ക് അതായത് നമ്മുടെ എക്സാം ഫ്രീക്വൻസി നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞ ഓരോ എക്സാം പേപ്പറിലും എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഈ 3 സ്റ്റാർ ഇട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഹൈ ഈൽഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടയർ സിസ്റ്റം ആണ് വരുന്നത്. 3 ടയർ ഉള്ള ഒരു സിസ്റ്റം ആണ് വരുന്നത്. സോ 3 സ്റ്റാർ എന്ന് പറയുന്നത് ഹൈ ഈൽഡ്, അതായത് അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിനും കാണാം. ദിസ് ക്വസ്റ്റ്യൻസ് ആർ ക്രിറ്റിക്കൽ ഫോർ പാസിങ്. നമുക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് നല്ല ക്രിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 50% ഓഫ് നമ്മുടെ സ്റ്റഡി ടൈം ഈ ഒരു 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സിന് നമ്മൾ മാറ്റി വെക്കാം. പിന്നെ മീഡിയം ഈൽഡ് വരുന്നത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നുള്ള ഗോൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയം ഈൽഡും കവർ ചെയ്യാം. ഫ്രീക്വന്റ് ആയിട്ടുള്ള അപ്പിയറൻസ് തന്നെയാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും തന്നെ കാണാൻ പറ്റും. പിന്നെ ലോ ഈൽഡ് എന്ന് 1 സ്റ്റാർ വരുന്ന ടോപ്പിക്സ് ഒക്കേഷണലി മാത്രം കണ്ടുവരുന്ന ചില പേപ്പേഴ്സിൽ മാത്രം കണ്ടുവരുന്ന ടോപ്പിക്സ് ആണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്സ് നോക്കാം. നമുക്കൊരു 20% ഓഫ് നമ്മളെ ടൈമാണ് നമ്മൾ ഇതിന് മാറ്റി വെക്കേണ്ടത്. ആൻഡ് 30% ഓഫ് ടൈമാണ് നമ്മൾ മീഡിയം ഈൽഡ് ക്വസ്റ്റ്യൻസിന് മാറ്റി വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഓരോന്നിന്റെയും അപ്പിയറൻസ് എത്രയാന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോ നമുക്കിവിടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഗ്രോത്ത് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് റിസർച്ച് മെത്തേഡ് 15 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 2025 ജൂൺ 2025 ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. ഒരു 3 സ്റ്റാർ അതായത് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അത്യാവശ്യം തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ജെനറ്റിക്സ് എൻവിറോൺമെന്റ് ഹസാർഡ്സ് 8 തവണ വന്നിട്ടുള്ള ഒരു മീഡിയം ടയറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3 പോകുമ്പോൾ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി, ഫിസിക്കൽ, സൈക്കോ സോഷ്യൽ, കൊഗ്നേറ്റീവ്, ലിംഗ്വിസ്റ്റിക്. ഇത്
നമുക്ക് 12 തവണ 12 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. ഇനി ഡിസംബർ 2025 അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 ടയർ ക്വസ്റ്റ്യൻ ആണ്, അതായത് 3 ടയർസ് ഇതിലാണ് വന്നിട്ടുള്ളത്. ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ഏർലി ചൈൽഡ്ഹുഡ് ഫിസിക്കൽ സൈക്കോസോഷ്യൽ കോഗ്നേറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് 5 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്, യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 ഫിസിക്കൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഏർലി സ്കൂൾ ഇയേഴ്സ് 6 to 11 7 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ജൂൺ 2025 നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 വരുമ്പോഴേക്കും കൊഗ്നേറ്റീവ് സോഷ്യൽ ഇമോഷണൽ മോറൽ ഡെവലപ്മെന്റ് 6 to 11 ഇയേഴ്സിന്റെ 17 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്, നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് ആണ്, യൂണിറ്റ് ആണ്. ഡിസംബർ 2025 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇതും ഒരു മീഡിയം ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക് ആണ്. യൂണിറ്റ് 4 വരുമ്പോൾ പ്രോബ്ലംസ് ഇൻ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് LDMR ADHD ഗിഫ്റ്റഡ് ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 13 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. അപ്പൊ ഇത് എന്തായാലും നോക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസൻസ് 0 ആണ് അതിന്റെ ഫ്രീക്വൻസി. ഈ യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ഒരു പേപ്പറിനും ഇതിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ജസ്റ്റ് നോക്കാം. ഒരു 1 സ്റ്റാർ, അതായത് ലോ ഈൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 വരുമ്പോൾ കോഗ്നേറ്റീവ് ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസൻസ് 9 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് പേപ്പർ ആണ്. ഇനി വരാനുള്ളത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 കോഗ്നേറ്റീവ് ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസൻസ് യൂണിറ്റ് 3 ഐഡന്റിറ്റി സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് എസ്റ്റീം പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് 11 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി യൂണിറ്റ് 4 ബ്ലോക്ക് 3 യൂണിറ്റ് 4 ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ഇൻ അഡോളസന്റ് ഡെവലപ്മെന്റ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 6 ടൈംസ് ആണ്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 1 നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല. ഫിസിക്കൽ ചേഞ്ചസ് ഏർലി അഡൽട്ട്ഹുഡ് മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജില് 0 ആണ് ഫ്രീക്വൻസി. ഒരു ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരു ലോ ഈൽഡ് യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിറ്റ് എന്തായാലും ഒന്ന് നോക്കാം. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് 2 കോഗ്നേറ്റീവ് ചേഞ്ചസ് ഏർലി അഡൽട്ട്ഹുഡ് മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ് 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 3 നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഏർലി അഡൽട്ട്ഹുഡ് മിഡിൽ ഏജ് ഓൾഡ് ഏജ് ഇത് 19 ടൈംസ് ആണ് നമുക്ക് പേപ്പേഴ്സിൽ കണ്ടു വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു യൂണിറ്റ് ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 4 നമ്മുടെ ഫൈനൽ യൂണിറ്റ് ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഏജിംഗ് പ്രോസസ് 6 ടൈംസ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ജൂൺ 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ, അതായത് ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഓരോ നമ്മുടെ SLM ഓരോ യൂണിറ്റ്സ്, അതായത് 1 to 16 എന്നുള്ള യൂണിറ്റ്സ് എത്ര തവണ ഓരോന്നും വന്നിട്ടുണ്ട് ആൻഡ് ഏത് ഒരു ഇതിലാണ് ഹൈ ഈൽഡ് ആണോ മീഡിയം ഈൽഡ് ആണോ ലോ ഈൽഡ് ആണോ നമുക്ക് നോക്കാം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യൂണിറ്റ് 1 15 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. അത് അത്യാവശ്യം തവണ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം ഒരു ഹൈ ഈൽഡ് തന്നെയാണ്, എന്തായാലും നോക്കേണ്ട യൂണിറ്റ് ആണ്. ബട്ട് യൂണിറ്റ് 2 വരുമ്പോൾ ഒരു മീഡിയം ഈൽഡ് ആണ്. 8 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. യൂണിറ്റ് 3 നമുക്ക് ഹൈ ഈൽഡ് ആയിട്ട് വരുന്നതാണ്. 12 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. യൂണിറ്റ് 4 and 5 മീഡിയം ഈൽഡിൽ വരുന്ന കാറ്റഗറിയിലാണ്. യൂണിറ്റ് 4 5 ടൈംസും യൂണിറ്റ് 5 7 ടൈംസും ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ യൂണിറ്റ് 6 അത്യാവശ്യം ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. 17 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 7 വരുമ്പോഴേക്കും മീഡിയം ഈൽഡ് ആയിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് 5 അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. 13 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 9 നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 0 ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടു വന്നിട്ടില്ല. യൂണിറ്റ് 10 നമുക്ക് 9 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 11 വരുമ്പോഴേക്കും 11 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 12 മീഡിയം ഈൽഡ് ആണ്. 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 13 ഓൾസോ നമുക്ക് 0 ആണ്. അതായത് അതിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. സോ യൂണിറ്റ് 9 ആൻഡ് 13 നിന്ന് 0 ആണ് നമ്മുടെ ഫ്രീക്വൻസി കാണിക്കുന്നത്. പിന്നെ യൂണിറ്റ് 14 ഒരു മീഡിയം ഈൽഡ് ആണ്. 7 ടൈംസ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് 15. ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 15. പിന്നെ യൂണിറ്റ് 16 ഫൈനലി 6 ടൈംസ് ആണ്. ഒരു മീഡിയം ഈൽഡ് ആണ്. സോ ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം അലോക്കേറ്റ് ചെയ്യാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മുടെ ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ, നമ്മുടെ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ അഡൽട്ട്ഹുഡ് ആൻഡ് ഏജിങ്. യൂണിറ്റ് 15 ആണ്. 19 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ കൊഗ്നീറ്റീവ് സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഇൻ സ്കൂൾ ഇയേഴ്സ്, ഇത് 17 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഗ്രോത്ത് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സ്പാൻ കോൺസെപ്റ്റ് നമ്മുടെ യൂണിറ്റ് 1 15 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റീസ് MR, ADHD ആൻഡ് ഗിഫ്റ്റഡ് യൂണിറ്റ് 8 ആണ്. 13 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസി യൂണിറ്റ് 3 12 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ ടോപ്പ് 5 ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ്സ്. ഈ ഒരു 5 എണ്ണം ആണ്. സോ ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് നമ്മുടെ ലേൺ വൈസ് PYQA June 26 PDF നമുക്ക് കാണാൻ പറ്റും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഇത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ ഫസ്റ്റ് വൺ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ലൈഫ് സ്പാൻ, പെർസ്പെക്റ്റീവ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസിൽ 4 എണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഈ ഒരു ഫയർ ഇമോജി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ മെയിൻ ഏരിയാസ് ഇൻ വിച്ച് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ്. പിന്നെ എക്സ്പ്ലെയിൻ ദി ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ സിഗ്നിഫിക്കന്റ് ഫാക്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺസ് ഓഫ് ഡെവലപ്മെന്റ്. Next, describe the characteristics of lifespan development. Next, differentiate between stage theories and contextual approach to lifespan development. So, ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതുപോലെ നമ്മുടെ സ്കോറിംഗ് ഫ്രെയിംവർക്കും എല്ലാം നമ്മുടെ ലേൺ വൈസ് PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത ടോപ്പിക് വരുന്നത് സൈക്കോ സോഷ്യൽ ചേഞ്ചസിൽ ഏർലി അഡൽട്ട്ഹുഡ്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ. ഡിസ്കസ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്, ഡിസ്കസ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഏർലി അഡൽട്ട്ഹുഡ്, explain the family life cycle approach during adulthood, discuss developmental tasks of middle adulthood. പിന്നെ വരുന്നത് ഡിസ്ക്രൈബ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡൽട്ട് ഇയേഴ്സ്, കമ്പയർ ദി സ്റ്റേജ് തിയറീസ് ആൻഡ് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച്. സോ ഇതിൽ ഫയർ ഇമോജി വന്നിട്ടുള്ളതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന 3 ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് കോഗ്നിറ്റീവ് സോഷ്യൽ ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് 6 to 11 ഇയേഴ്സിൽ നമുക്ക് ഔട്ട് ഓഫ് 3 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് മിഡിൽ ചൈൽഡ്ഹുഡ്, കമ്പയർ പിയാജേസ് ആൻഡ് കോൾബർഗ്സ് തിയറീസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഈ 2 ക്വസ്റ്റ്യൻസും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് മിഡിൽ ചൈൽഡ്ഹുഡ് ഇൻക്ലൂഡിംഗ് ദ റോൾ ഓഫ് പേരന്റ്സ്, സിബ്ലിംഗ്സ് ആൻഡ് പിയേഴ്സ്. ഇനി വരുന്നത് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, ജെനറ്റിക്സ്, എൻവയോൺമെന്റ് ഹസാർഡ്സ്. ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റേജസ് or periods of prenatal development, discuss the environmental influences during prenatal development. ഈ 2 ക്വസ്റ്റ്യനും അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസിയിൽ വരുന്നത് 2 ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന 2 ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫൻസി, ഡിസ്കസ് ദ കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. Next one, explain the main components of language development during infancy. ഈ 2 ക്വസ്റ്റ്യനും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി പ്രോബ്ലംസ് ഇൻ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. First one, discuss the causes, characteristics and remedial programs for learning disability. Next is discuss the identification and management of ADHD
or intellectual disability MR, suggest remedial measures and teaching strategies. ഈ രണ്ട് ക്വസ്റ്റ്യനും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കൊഗ്നേറ്റീവ് ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസിന്റെ ടോപ്പിക്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ പിയാജെസ് തിയറിറ്റിക്കൽ അപ്രോച്ച് ടു കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ്. നെക്സ്റ്റ് ഇസ് ഡിസ്കസ് ദ ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് ടു കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ്. ഈ രണ്ട് ക്വസ്റ്റ്യനും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഇനി ഐഡന്റിറ്റി, സെൽഫ് കൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് രണ്ടെണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് ഡിസ്ക്രൈബ് മാർസിയാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസസ് ഡ്യൂറിങ് അഡോളസൻസ്. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലെയിൻ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ്. എലൂസിഡേറ്റ് ദ സയൻസ് ഓഫ് നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹസാർഡ്സ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ഡിസ്കസ് മോട്ടോർ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോർ കോർഡിനേഷൻ. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റും അതുപോലെ സ്കോറിംഗ് ഫ്രെയിംവർക്കും നമ്മുടെ ലേൺവൈസ് PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു സെഷന്റെ ബിഗിനിങ്ങിൽ, അതായത് നമ്മുടെ ഈ ഒരു സെഷനിൽ 2 ഫുൾ മോക്ക് പേപ്പേഴ്സ്, അതായത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആയിട്ടുള്ള സെറ്റ് A ആൻഡ് സെറ്റ് B അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് നമ്മൾ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് ഒന്ന് നോക്കാം. ഒന്ന് ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. നിങ്ങൾ എന്തായാലും നിങ്ങളെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് സെറ്റ് എന്തായാലും നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതിലെ ഫസ്റ്റ് സെറ്റ് ആണ് സെക്ഷൻ A. നമുക്കറിയാം 10 മാർക്സ് ഈച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 2 ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് from unit 1. ഇനി second question, compare Piaget's and Kohlberg's theories of motor development during school years from unit 6. പിന്നെ unit 6. പിന്നെ third one, discuss psychosocial changes during old age from unit 15. And fourth one, explain Piaget's theoretical approach to cognitive development during adolescence from unit 10. ഇതിൽ നിന്ന് ഇനി 2 for 10 marks each ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആൻസർ ഇനി 4 ആണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 6 മാർക്സ് ഈച്ചിന്റെ. അതിൽ 4 എണ്ണമാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. Fifth question, describe the characteristics and stages of prenatal development from unit 2. Discuss the causes of learning disability and suggest remedial programs from unit 8. The 7th question, explain identity crisis and describe Marcia's identity statuses from unit 11. 8th one, discuss motor development during early school years, differentiate between gross and fine motor coordination from unit 5. And the final question, elucidate the cognitive changes during middle adulthood from unit 14. ഇനി നമ്മുടെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഇനി 2 ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ, egocentrism in adolescence from unit 11, hazards during infancy from unit 3, and വാല്യൂ എഡ്യൂക്കേഷൻ ഫ്രം യൂണിറ്റ് 7. ഇതിൽ ഇനി 2 for 3 മാർക്സ് ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ പ്രാക്ടീസ് സെറ്റ് A. ഇതെന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി പ്രാക്ടീസ് സെറ്റ് B ഒരു സർപ്രൈസ് റെഡി പേപ്പർ ആണ്. ഇതും ഇതുപോലെ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സെറ്റ് ആണ് സെറ്റ് B. അതിൽ സെക്ഷൻ A ആൻസർ ഇനി 2 for 10 മാർക്സ്. Explain the issues in lifespan development, discuss the interactive forces that shape human development from unit 1. In the second question, describe the physical and psychological development during infancy from unit 3. Third one, discuss the information processing approach to cognitive development from unit 10. Fourth one, explain the family life cycle approach during adulthood, discuss developmental tasks of middle adulthood from unit 15. ഇനി സെക്ഷൻ 2 വരുമ്പോൾ നമുക്കറിയാം 6 മാർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി 4 ആണ് ഔട്ട് ഓഫ് 5. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, discuss the environmental influences during prenatal development from unit 2. Discuss the identification process and remedial measures for intellectual disability from unit 8. Explain self-concept and self-esteem in adolescence. Describe the signs of negative self-concept from unit 11. Discuss aging issues and challenges during late adulthood from unit 16. And describe social development during middle adulthood from unit 6. ഇതാണ് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് ഫൈനലി ഫ്രം സെക്ഷൻ സി, describe Alport's dispositional theory of personality, including the concept of proprium functional autonomy. Sorry, this is നമുക്ക് സെക്ഷൻ E വരുന്ന ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്.
സോ നമുക്ക് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നോക്കാം. അതായത് ഹൈ ലെവൽ ഫ്രെയിം വർക്ക്, നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് ആൻസേഴ്സ് എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ദ വേർഡ് ലിമിറ്റ് ആൻഡ് ദ മാർക്സ് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ ആൻസേഴ്സും നമ്മൾ എഴുതേണ്ടത് ഒരു ഇൻട്രോ ബോഡി കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിം വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു 500 to 600 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷെ നിങ്ങളുടെ പേപ്പറിൽ മാക്സിമം മാർക്സ് വരുന്നത് 10 മാർക്കിന്റെ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു 2 to 3 സെന്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് ഡെഫിനിഷൻ ഒക്കെ എഴുതുക, ഒരു ആ കൺസെപ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുക, വൈ ഇറ്റ് മാറ്റേഴ്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അത് മാറ്റർ ചെയ്യുന്നത്, അതിന്റെ ആൻസറിന്റെ ഒരു സ്കോപ്പ് ഒക്കെ നിങ്ങൾ ആ ഒരു 1 to 2 അല്ലെങ്കിൽ ഒരു 2 to 3 സെന്റൻസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ബോഡിയാണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റിനെ ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസസ് അതുപോലെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സ് എഴുതാം. കൺസെപ്റ്റ് നിങ്ങൾ അവിടെ ക്ലിയർ ആക്കണം. നമ്മൾ SLM ബേസ് ചെയ്തിട്ടും റിയലിസ്റ്റിക് സിനാരിയോസ് ബേസ് ചെയ്തിട്ടും നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. ഇവിടെ ഒരു 4 to 6 പോയിന്റ്സ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ കൺക്ലൂഷൻ എന്നുള്ളത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത് അതൊന്ന് ജസ്റ്റ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഒന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യുക. ഈ ഒരു തിയറിന്റെ മോഡേൺ റെലവൻസ് എന്താണ് എന്നൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 2 to 3 സെന്റൻസിൽ നിങ്ങൾ ഈ ഒരു ആൻസറിനെ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അതിൽ തിയറി ബേസ്ഡ് ആൻസേഴ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കാം. ഡിഫൈൻ ദ തിയറി ക്ലിയർലി, നിങ്ങൾ ആ ഒരു തിയറിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ആരാണ് ഈ തിയറി കണ്ടുപിടിച്ചത്, ഏത് ഇയറിലാണ്, എന്താണ് ഈ തിയറി എന്നൊക്കെ നിങ്ങൾ ആദ്യം അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വരുന്നത് അതിൽ കോർ കോമ്പണൻസും സ്റ്റേജസും നമ്മുടെ SLM നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റേജസും കോമ്പണൻസും ഒക്കെ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. പിന്നെ വരുന്നത് അതിന്റെ പ്രാക്ടിക്കൽ, ആ ഒരു തിയറിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ വരുന്നത് അതിന്റെ ലിമിറ്റേഷനോ അതിനെന്തെങ്കിലും ആ ഒരു തിയറിക്ക് എന്തെങ്കിലും ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അതർ റിലേറ്റഡ് തിയറീസ്, ഈ തിയറിനെ നമുക്ക് വേറെ തിയറീസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ മോഡേൺ പ്രാക്ടീസിന് എങ്ങനെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് 2 types ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ്. അതില് ഡിസ്കസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതായത് പ്രോസ് ആൻഡ് കോൺസ്, ആ ഒരു തിയറിയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിനൊരു മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഇനി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ ആ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിനെ ചെറിയ ചെറിയ കോമ്പോണൻസ് ആയിട്ട് പാർട്ടായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ഹൗ ദേ ആർ ഇന്റർ കണക്റ്റഡ്, ഈ പാർട്സ് അതായത് ഈ തിയറിന്റെ ഓരോരോ ഭാഗം എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നും നിങ്ങൾ ഇതിൽ ഡീപ്പായിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 hourന്റെ 50 മാർക്കിന്റെ പേപ്പർ ആണ്. സോ ഫസ്റ്റ് 5 minutes എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല കെയർഫുള്ളി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 minute. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് സർക്കിൾ ചെയ്യുക, ടിക്ക് ചെയ്യുക, പെൻസിൽ കൊണ്ട് സർക്കിൾ ടിക്ക് ചെയ്ത് വെക്കുക. സോ അത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. സോ അവിടെ നിങ്ങൾ ടൈം കളയരുത്. അറിയാത്ത ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ആലോചിച്ച് ടൈം കളയരുത്, അത് നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കുക. പിന്നെ 30 minutes ആണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള നമ്മൾ ആ ഫ്രെയിം വർക്ക് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ആ ഒരു രീതിയിലാണ് എല്ലാ ആൻസേഴ്സും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 30 minutes വീതമാണ് നിങ്ങൾ ഓരോ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടത്. പിന്നെ 6 minutes എന്നുള്ളത് ഒരു റിവ്യൂ ഫോർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, അതായത് എന്തെങ്കിലും നിങ്ങൾ ആൻസറിന് മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടോ, ഇതിനുള്ള ഒരു ടൈമാണ് 6 minutes എന്ന് പറയുന്നത്. പിന്നെ 15 minutes നമുക്ക് നിങ്ങൾ ഒരു ചെറിയ ചെറിയ കറക്ഷൻസ്, ഒരിക്കലും ഒരു ആൻസർ നിങ്ങൾ റീറൈറ്റ് ചെയ്യരുത്, നിങ്ങൾ അത് വെട്ടി മാറ്റി നിങ്ങൾ വേറൊരു ഇതിൽ എഴുതരുത്. ബിക്കോസ് അതിനുള്ള ടൈം നമുക്ക് ഇവിടെ ഇല്ല. ഒരു ഫൈനൽ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലാസ്റ്റ് 15 minutes നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. പിന്നെ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്, അതായത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നാണ് മാറ്റർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 800 വേർഡ്സിന്റെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള 400 വേർഡ്സ് എന്ന് ഉള്ള രീതിയിൽ എഴുതുന്നതാണ്. അപ്പൊ എപ്പോഴും ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ് മാറ്റർ ചെയ്യുന്നത് കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്, നമ്മുടെ ഈ സെറ്റ് എ ആൻഡ് സെറ്റ് ബിന്റെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസിലെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ആക്സസ് ടു അവർ അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും അവൈലബിൾ ആണ്. സോ അതിന് വേണ്ടിയിട്ട് എൻറോൾ നൗ അറ്റ് ലേൺ വൈസ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ആൻഡ് എന്തൊക്കെയാണ് നമുക്ക് ലേൺ വൈസിന്റെ അകത്തുള്ളത് ഒന്ന് നോക്കാം. ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി, നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള 2 സെറ്റിന്റെയും ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ബ്ലൂ പ്രിന്റ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ഒരു ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമുക്ക് നമ്മുടെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്ക് നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്, നന്നായിട്ട് എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഓരോ ലേണറിനും മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആണ്. എക്സാമിന്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് തരാൻ നമ്മുടെ മെന്റേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ലേൺ വൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് ആക്സസും അവൈലബിൾ ആണ്. സോ ഇതിന് വേണ്ടിയിട്ട് കോൾ ഓർ വാട്സാപ്പ് ഇൻ ദിസ് നമ്പർ. ഇനി എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയാം. ഈ കാണുന്ന നമ്പർ 7592939616 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ നമ്മളെ ടീം നിങ്ങളെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻറോൾമെന്റിന് വേണ്ടിയിട്ടും അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. നിങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ സിമിലർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഫോർ മോർ PYQA വീഡിയോസ്. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിംഗ് ടു ദിസ് സെഷൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.